ബെത്ലഹേം മേയർ മഹർ നിക്കോള നവാത്തി വത്തിക്കാനിൽ ലയോ 14 മാർപ്പാപ്പയെ സന്ദർശിച്ചു. തന്റെ ജനത്തിന്റെ ആശങ്കകൾ വിവരിച്ചും വിശുദ്ധ നാട്ടിൽ സമാധാനത്തിനും പ്രത്യാശയ്ക്കുമായുള്ള ശ്രമങ്ങളിൽ പിന്തുണ അഭ്യർത്ഥിച്ചുമാണ് ബെത്ലഹേം മേയർ മാർപ്പാപ്പയെ സന്ദർശിച്ചത്. ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാനും വിശുദ്ധ നാട്ടിലെ ക്രൈസ്തവ സാന്നിധ്യം കാത്തുസൂക്ഷിക്കാനും വേണ്ടിയുള്ള ശ്രമങ്ങൾക്ക് പിന്തുണ നൽകാൻ ക്രൈസ്തവ വിശ്വാസി കൂടിയായ മേയർ മാർപ്പാപ്പയോട് അഭ്യർത്ഥിച്ചു. ബെത്ലഹേമിലും മറ്റ് പലസ്തീനിയൻ നഗരങ്ങളിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്കുള്ള കുടിയേറ്റം തുടരുകയാണെന്നും ഇതുവഴി വിശുദ്ധ നാട്ടിലെ ക്രൈസ്തവ സാന്നിധ്യം കുറയുകയാണെന്നും ലയോ മാർപ്പാപ്പയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വത്തിക്കാൻ ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ മേയർ വെളിപ്പെടുത്തി. പലസ്തീനിലും ഗാസയിലും ബെത്ലഹേമിലും സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും വിശുദ്ധ നാട്ടിലെ ജനം അവിടെ തുടരേണ്ടതിന്റെ പ്രാധാന്യവും താൻ മാർപ്പാപ്പയോട് വിശദീകരിച്ചതായി മേയർ പറഞ്ഞു. ഇപ്പോൾ ബെത്ലഹേമിൽ പുതുതായി താമസിക്കാനെത്തുന്നവർ നഗരത്തിൽ മുൻപുണ്ടായിരുന്ന ജനങ്ങൾക്ക് മുന്നിൽ മാത്സര്യത്തിന്റെ ചിന്തകളാണ് ഉയർത്തുന്നത്. ഇത് സമൂഹത്തിൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നുണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. വിശുദ്ധ നാട്ടിലെ ജീവിക്കുന്ന ശിലകളായ മനുഷ്യരില്ലെങ്കിൽ അതൊരു മ്യൂസിയമായി മാറുമെന്ന് അദ്ദേഹം ആശങ്ക പ്രകടിപ്പിച്ചു. പുതിയ അധിനിവേശവും വിഭജന മതിലുകളും മൂലം ബെത്ലഹേമും ജെറുസലേമും വേർതിരിക്കപ്പെട്ടു. പലസ്തീൻ പ്രദേശത്തെ ക്രൈസ്തവരുടെ എണ്ണത്തിലുണ്ടാകുന്ന കുറവിൽ ആശങ്ക പ്രകടിപ്പിച്ച മേയർ ലോകത്തെമ്പാടുമായി 40 ലക്ഷം പലസ്തീനിയൻ ക്രൈസ്തവരുള്ളപ്പോൾ വെറും 1,60,60,000 ക്രൈസ്തവർ മാത്രമാണ് നിലവിൽ പലസ്തീനിലുള്ളതെന്നും വ്യക്തമാക്കി.